ഓം ശാന്തി. ലവ്ഫുൾ മെഡിറ്റേഷനിൽ ഇന്ന് നമ്മൾ കളറിനെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. നമുക്കറിയാം, സൂര്യപ്രകാശത്തില് 7 നിറങ്ങളുണ്ട്, വിബ്ജിയോർ തരംഗങ്ങൾ എന്നറിയപ്പെടും. അത് നമ്മുടെ ശരീരത്തിന് ഈ സൂര്യപ്രകാശം വളരെ അത്യന്താപേക്ഷിതമാണ്. അതേപോലെ തന്നെ പരമാത്മാവിന്റെ എനർജി, അതായത് ആ സുപ്രീം എനർജിയിൽ നിന്ന് വരുന്ന തരംഗങ്ങൾ, അതിൽ 7 ഗുണങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. വിബ്ജിയോർ തരംഗങ്ങൾ പോലെ തന്നെ ഈ 7 ഗുണങ്ങൾക്കും അതിൻ്റെതായ ഒരു വൈബ്രേഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഓരോ ഗുണങ്ങളെയും ഓരോ കളറുകളുമായി നമ്മൾ ബന്ധപ്പെടുത്തുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ റൂട്ട് മെഡിറ്റേഷൻ ചെയ്തപ്പോൾ ശക്തി എന്ന് പറയുമ്പോൾ റെഡ് കിരണങ്ങളാണ്, ചുവന്ന കിരണങ്ങളാണ് നമ്മൾ അനുഭവം ചെയ്തത്. കാരണം ഇതിന്റെ ഒരു വൈബ്രേഷൻ ഏകദേശം സെയിം ആണ്. അതേപോലെ തന്നെ ലവ്ഫുൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ സ്നേഹം എന്നുള്ള ഊർജത്തിന് നമ്മൾ പച്ച കളറിലാണ് വിഷ്വലൈസ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ ഈ നേച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ലവ് ഫീൽ ചെയ്യിപ്പിക്കുന്നതാണ്. അതിന്റെ ഒരു നിറമാണെങ്കിലോ പച്ച നിറമാണ്. അതുകൊണ്ട് സ്നേഹം എന്നുള്ള ആ ഊർജത്തെ നമ്മൾ അനുഭവം ചെയ്യുന്നത് പച്ച നിറത്തിലാണ്. അപ്പോൾ ആ ഒരു ഊർജത്തെ നമ്മൾ ആ ഒരു രീതിയിൽ വിഷ്വലൈസ് ചെയ്യുമ്പോൾ, ബ്രീത്തിങ് എക്സസൈസ് ആയിക്കോട്ടെ മെഡിറ്റേഷൻ ആയിക്കോട്ടെ, ഇത് രണ്ടും ചെയ്യുന്ന സമയത്ത് ഈ ഗ്രീൻ കളറും കൂടെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ആഴത്തിലുള്ള അനുഭവം നമുക്ക് രണ്ടിലും അനുഭവം ചെയ്യാനായിട്ട് സാധിക്കും. ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്കറിയാം, പോസിറ്റീവ് എനർജി നമ്മൾ ഉള്ളിലേക്ക് എടുക്കുകയാണ്. സ്നേഹത്തിന്റെ ഊർജ്ജം, പ്രാണവായു പച്ച നിറത്തിൽ നമ്മുടെ ഉള്ളിൽ നിറയുന്നതായി ചിന്തിക്കും. ശ്വാസം പുറത്തേക്ക് കളയുന്ന സമയത്ത് കറുത്ത പുകയുടെ രൂപത്തിൽ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ നെഗറ്റീവ് ഊർജവും, എല്ലാ രോഗാണുക്കളും, എല്ലാ ടോക്സിൻസ് പുറത്തു പോകുന്നതായിട്ട് ചിന്തിക്കുക. അപ്പോൾ ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യുമ്പോഴാണെങ്കിലും സ്നേഹം എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഗ്രീൻ കളറിൽ ആ സ്നേഹത്തിന്റെ ഊർജത്തെ വിഷ്വലൈസ് ചെയ്യും. ഇപ്പൊ നമുക്ക് അപാൻ വായു മുദ്ര, നമുക്കറിയാം അനാഹത ചക്രയാണ് ലവ്ഫുൾ മെഡിറ്റേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അപാൻ വായു മുദ്രയാണ് ലവ്ഫുൾ മെഡിറ്റേഷന് ഉപയോഗിക്കുന്നത്. 2 കൈകളും നമ്മൾ അപാൻ വായു മുദ്രയിൽ പിടിക്കുക. ഇവിടെ പറഞ്ഞുതരാം. ചൂണ്ടുവിരല് പെരുവിരലിന്റെ കടയ്ക്കൽ വെക്കുക. ആകാശവിരലും നടുവിരലും മോതിരവിരലും ഇത് രണ്ടും പെരുവിരലിന്റെ അഗ്രഭാഗത്ത് വെക്കുക. ചെറുവിരൽ ഇങ്ങനെ സ്ട്രൈറ്റ് ആക്കി വെക്കുക, 2 കൈകൾ. എന്നിട്ട് കാലുകൾക്ക് മുകളിലായി നിവർത്തി വെക്കുക. അപ്പൊ ആദ്യം നമുക്ക് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം. ഇന്നലെ നമ്മൾ ചെയ്തിരുന്നു. ശ്വാസം എടുത്തു, ഇൻഹേൽ ചെയ്തു, സ്നേഹത്തിന്റെ ഊർജം നിറച്ചു. പിന്നെ നമ്മൾ പച്ച കളർ കൂടി, ഗ്രീൻ കളർ കൂടി വിഷ്വലൈസ് ചെയ്യാം. മുഴുവൻ ബോഡിയിലും ആ ഗ്രീൻ കളറിന്റെ അനുഭവം ചെയ്യാം. ഡിവൈൻ ഊർജമാണ്, സ്നേഹത്തിന്റെ എനർജിയാണ്. അതും കൂടെ അനുഭവം ചെയ്യാം, പ്രത്യേകിച്ച് ഹാർട്ടിന്റെയും ലങ്സിന്റെയും ചെസ്റ്റിന്റെയും ഭാഗം. ഇനി കുറച്ച് സമയം ഉള്ളിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുക. 5 സെക്കൻഡാണ് നമ്മൾ ഇന്നലെ പിടിച്ചത്. ഇന്ന് നമ്മളൊരു 6 സെക്കൻഡ് പിടിക്കുന്നു. പിന്നെ ശ്വാസം പുറത്തേക്ക് കളയുമ്പോൾ കറുത്ത പുകയുടെ രൂപത്തിൽ ഇത് പുറത്തേക്ക് പോവാണ് നെഗറ്റീവ് ഊർജം. 6 സെക്കൻഡ് പുറത്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അങ്ങനെ ഒരു 3 പ്രാവശ്യം നമുക്ക് ഇതിന്റെ അഭ്യാസം ചെയ്യാം. അപാൻ വായുമുദ്രയിൽ കൈകൾ പിടിക്കുക, നടു നിവർത്തിയിരിക്കുക. ഇൻഹേൽ, ഹോൾഡ്, exhale, hold, inhale,
Hold. Exhale. Hold. Inhale. Hold. Exhale. Hold. അപ്പോൾ ഈ ഒരു അഭ്യാസം ദിവസത്തിൽ 5 മുതൽ 10 പ്രാവശ്യം വരെ ചെയ്യാം. പിന്നെ ശ്വാസം നമ്മൾ പിടിച്ചു നിർത്തുന്നത്, ഹോൾഡ് ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. അവരവർക്ക് എത്ര കപ്പാസിറ്റി ഉണ്ടോ അത്രയും പ്രാവശ്യം, അത്രയും സമയം മാത്രം ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മതി. പിന്നെ ഡെയിലി ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ സമയം അത് ചെയ്യാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഈ ബ്രീത്തിങ് എക്സസൈസ് നമ്മുടെ ഹാർട്ട്, ലങ്സ്, ഈ 2 ഭാഗങ്ങൾ, ചെസ്റ്റ്, ഈ 3 ഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് പ്രത്യേകമായിട്ട് ഉപകാരപ്പെടുന്നത്. മുഴുവൻ ശരീരത്തിന് ഇത് ഉപകാരമാണ് എങ്കിൽ പോലും മെയിൻ ആയിട്ട് ഇതിനു വേണ്ടിയിട്ട്. അപ്പൊ ഇതിലൂടെ നമ്മുടെ കാർഡിയാക് ഡിസീസസ് എല്ലാം നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളെ മാറ്റിയെടുക്കാൻ സാധിക്കും. അസിഡിറ്റിയെ മാറ്റിയെടുക്കാൻ സാധിക്കും. ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ സാധിക്കും. ആസ്മ, ക്ഷയം മുതലായ രോഗങ്ങളെ മാറ്റിയെടുക്കാനൊക്കെ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പൊ ഇനി നമുക്ക് വീണ്ടും ലവ്ഫുൾ മെഡിറ്റേഷന്റെ അഭ്യാസം ചെയ്യാം. അപാൻ വായു മുദ്രയിൽ പിടിക്കുക. നടുനിവർത്തിയിരിക്കുക. എന്നാൽ വളരെ ആരാമായിട്ടിരിക്കുക. ശാന്തമായ ഒഴുകുന്ന ഒരു പുഴയുടെ തീരത്ത് വളരെ ഫ്രഷായ ഒരു കാലാവസ്ഥയിൽ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിലായി ഞാൻ ഇരിക്കുകയാണ്. ഇളം കാറ്റ് വീശുന്ന അനുഭവം ഞാൻ ചെയ്യും. കാറ്റിലൂടെ സുഗന്ധത്തിന്റെ അനുഭവം ഞാൻ ചെയ്യും. എന്റെ മനസ്സും ശരീരവും വളരെ ഫ്രഷായിട്ടിരിക്കുകയാണ്. ഉന്മേഷത്തിലാണ് ഞാൻ. ഈ സമയം ഞാൻ സ്വയം എന്നിലേക്ക് തന്നെ ഒന്ന് ഏകാഗ്രമാകാനാണ്. ഞാൻ സ്വയം എന്നെ തന്നെ ഒന്ന് ദർശിക്കുകയാണ്. ഞാൻ ഈ ശരീരത്തിനുള്ളിൽ നെറ്റിത്തടത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദീപമാണ്. നിലവിളക്കിലെ ജ്യോതി പോലെ ഈ ശരീരത്തിന് മുകളിൽ മസ്തകത്തിലായി ഞാൻ പ്രകാശിക്കുന്നു. വജ്രം പോലെ തിളങ്ങുന്ന ജ്യോതിയാണ് ഞാൻ. പ്രകാശ നക്ഷത്രമാണ് ഞാൻ. തീർത്തും ഭാരരഹിതമായ എന്നാൽ അവിനാശിയായ പ്രകാശം, ഡിവൈൻ ലൈറ്റ്. എന്റെ മനസ്സും ബുദ്ധിയും ഇപ്പോൾ ഈ ഒരു ദിവ്യ പ്രകാശത്തെ എന്നെ തന്നെ ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ
ഞാനിരിക്കുന്ന ശരീരത്തെ മുഴുവൻ ചാർജ് ചെയ്യാൻ ആരംഭിക്കുകയാണ്. എന്റെ ശരീരത്തെ ഞാൻ ട്രാൻസ്പെറന്റ് ബോഡിയായി കാണുന്നു. ഇതിനുള്ളിലുള്ള 7 ഊർജ കേന്ദ്രങ്ങളെ ഞാൻ കാണുകയാണ്. ഏറ്റവും മുകളിലായി സഹസ്രാര ചക്രം 1000 ഇതളുകളുള്ള താമര പുഷ്പത്തെ പോലെ വിളർന്നു നിൽക്കുന്നു. ഏറ്റവും താഴെയായി മൂലാധാര ചക്രം കൃത്യമായി അടഞ്ഞിരിക്കുകയാണ്. ഞാനിപ്പോൾ സുപ്രീം പവറിൽ നിന്ന്, പരമമായ ശക്തിയിൽ നിന്ന് സ്വയം എന്നിലേക്ക് ഊർജ്ജത്തെ കൊണ്ടുവരികയാണ്. എന്റെ ശിരസിന് തൊട്ടു മുകളിലായി അതിദിവ്യമായ അതിതേജസ്വിയായ ജ്യോതി പരമപ്രകാശത്തെ ആ സുപ്രീം എനർജിയിൽ നിന്ന് ശക്തിശാലി കിരണങ്ങൾ എന്നിലേക്ക് ഒഴുകുകയാണ്. ശക്തിയുടെ ചുവന്ന തരംഗങ്ങൾ സഹസ്രാര ചക്ര വഴി ആത്മാവായ എന്നിലെത്തുന്നു. ആത്മാവിൽ നിന്ന് ഊർജം മൂലാധാര ചക്രയിലേക്ക് എത്തുകയാണ്. എന്റെ മൂലാധാര ചക്ര ചുവന്ന പ്രകാശം കൊണ്ട് നിറയുന്നു. ശക്തിശാലിയാകുന്നു. 4 ഇതളുകളോടുകൂടി കൃത്യമായി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യാതൊരു തടസ്സവുമില്ല. മൂലാധാര ചക്രയിൽ നിന്ന് ഊർജ്ജം ശരീരത്തിലുള്ള എല്ലുകളിലേക്കും മാംസപേശികളിലേക്കും നിറയുകയാണ്. ശക്തിയുടെ കിരണങ്ങൾ കൊണ്ട് എന്റെ എല്ലുകളും മാംസപേശികളും സ്ട്രോങ് ആയി മാറുകയാണ്. ചുവന്ന പ്രകാശം ശരീരത്തിൽ മുഴുവൻ നിറയും. എന്റെ ശരീരം മുഴുവൻ സ്ട്രോങ് ആണ്. മൂലാധാര ചക്ര വഴി ശക്തിയുടെ കിരണങ്ങൾ കൃത്യമായി എല്ലാ ഭാഗത്തേക്കും എത്തിച്ചു. വീണ്ടും സുപ്രീം എനർജി ഓറഞ്ച് നിറത്തിലുള്ള കിരണങ്ങൾ എന്റെ സഹസ്രാര ചക്രയിലേക്ക് എത്തിക്കുകയാണ്. സഹസ്രാര ചക്രയിൽ നിന്ന് പവിത്രതയുടെ പ്രകാശം ആത്മാവാകുന്ന എന്നിൽ നിറയുന്നു. ആത്മാവിൽ നിന്നും കിരണങ്ങൾ എന്റെ സ്വാധിഷ്ഠാന ചക്രയിലേക്ക് എത്തുകയാണ്. സ്വാധിഷ്ഠാന ചക്ര ഓറഞ്ച് പ്രകാശത്താൽ നിറയുന്നു. പവിത്രതയുടെ കിരണങ്ങൾ സ്വാധിഷ്ഠാന ചക്രയെ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാക്കുകയാണ്. 6 ഇതളുകളോട് കൂടിയ സ്വാധിഷ്ഠാന ചക്രം ഇപ്പോൾ ശക്തമായി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. യാതൊരു തടസ്സവുമില്ലാതെ
സ്വാദിഷ്ഠാന ചക്രയിൽ നിന്ന് പവിത്രതയുടെ ഓറഞ്ച് പ്രകാശം ശരീരത്തിലെ മുഴുവൻ ബ്ലഡിലേക്കും വ്യാപിക്കുകയാണ്. ഈ കിരണങ്ങൾ മുഴുവൻ രക്തത്തിലും അലിഞ്ഞു ചേർന്ന് രക്തത്തെ പ്യൂരിഫൈ ചെയ്യുകയാണ്. സ്വാദിഷ്ഠാന ചക്ര വഴി കൃത്യമായി ഊർജ്ജം എല്ലാ ഭാഗത്തേക്കും എത്തിച്ചേരുന്നു. ഇനി വീണ്ടും സുപ്രീം എനർജിയിൽ നിന്ന് ഗോൾഡൻ യെല്ലോ റേസ് സഹസ്രാര ചക്രയിൽ പതിക്കുകയാണ്. സുഖത്തിന്റെ കിരണങ്ങൾ സഹസ്രാര ചക്രയിൽ നിന്ന് ആത്മാവിലേക്ക് എത്തിച്ചു. ആത്മാവിൽ നിറയുന്ന കിരണങ്ങൾ നേരെ മണിപൂരക ചക്രയിലേക്ക് എത്തുകയാണ്. എന്റെ മണിപൂരക ചക്ര സുഖത്തിന്റെ എനർജിയാൽ നിറയുന്നു. മണിപൂരക ചക്ര 10 ഇതളുകളോടുകൂടി ശക്തമായി പ്രവർത്തിക്കുകയാണ്, കറങ്ങുകയാണ്. ഗോൾഡൻ യെല്ലോ റേസ് മണിപൂരക ചക്രയിലുള്ള എല്ലാ ബ്ലോക്കുകളെയും ഇല്ലാതാക്കുന്നു. മണിപൂരക ചക്ര വഴി എന്റെ ശരീരത്തിലെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലേക്ക് മുഴുവൻ സുഖത്തിന്റെ ഊർജ്ജം എത്തിച്ചേർന്നു. എന്റെ ദഹനേന്ദ്രിയങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണ്. ആരോഗ്യമായി പ്രവർത്തിക്കുകയാണ്. മണിപൂരക ചക്രം മഞ്ഞ നിറത്തിൽ ശക്തമായി തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും സുപ്രീം എനർജിയിൽ സ്നേഹത്തിന്റെ ഊർജ്ജം പച്ച നിറത്തിലുള്ള കിരണങ്ങളായി സഹസ്രാര ചക്രയിൽ പതിച്ച് നേരെ ആത്മാവിൽ നിറയുകയാണ്. ഞാൻ ആത്മാവ് സ്നേഹത്തിന്റെ കിരണങ്ങളാൽ സ്നേഹത്തിന്റെ അനുഭവം ചെയ്യുന്നു. ആത്മാവിൽ നിന്നും കിരണങ്ങൾ നേരെ അനാഹത ചക്രയിലേക്ക് എത്തുകയാണ്. എന്റെ അനാഹത ചക്ര ഇപ്പോൾ പച്ച നിറത്തിലുള്ള കിരണങ്ങളാൽ പൂർണ്ണമായി നിറയുകയാണ്, ഊർജ്ജസ്വലമാവുകയാണ്. 12 ഇതളുകളോട് കൂടി അനാഹത ചക്ര കൃത്യമായി പ്രവർത്തിക്കുന്നു. സ്നേഹത്തിന്റെ ഊർജ്ജം അനാഹത ചക്രയിലുള്ള എല്ലാ ബ്ലോക്കുകളെയും ഇല്ലാതാക്കുകയാണ്. അനാഹത ചക്ര വഴി ഹാർട്ടിലേക്ക്, ലങ്സിലേക്ക് സ്നേഹത്തിന്റെ പച്ച നിറത്തിലുള്ള കിരണങ്ങൾ നിറയുകയാണ്.
എന്റെ ഹൃദയം ആരോഗ്യമായി പ്രവർത്തിക്കുന്നു. എന്റെ ശ്വാസകോശവും നിരോഗിയായി മാറുന്നു. സ്നേഹത്തിന്റെ കിരണങ്ങൾ ഫുൾ ബോഡിയിൽ നിറയുകയാണ്. ഞാൻ നിസ്വാർത്ഥമായ പരിധിയില്ലാത്ത സ്നേഹത്തിന്റെ അനുഭവം ചെയ്യുകയാണ്. എന്റെ ഉള്ളിലെ വെറുപ്പും വിദ്വേഷവും എല്ലാം ഇല്ലാതാക്കുകയാണ്. ഞാൻ സ്നേഹത്തിന്റെ സ്വരൂപമാണ്. അനാഹത ചക്രം പച്ച നിറത്തിൽ അതിശക്തമായി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും സുപ്രീം എനർജിയിൽ നിന്ന് സ്പിരിച്വൽ എനർജി സഹസ്രാര ചക്ര വഴി ആജ്ഞാചക്രയിലെത്തുന്നു. ആജ്ഞാചക്രയിൽ നിന്ന് ഊർജ്ജം വിശുദ്ധി ചക്രയിൽ എത്തിച്ചേരുകയാണ്. വിശുദ്ധി ചക്ര സ്പിരിച്വൽ എനർജിയാൽ നിറഞ്ഞ് ശക്തമായി പ്രവർത്തിക്കുകയാണ്. വിശുദ്ധി ചക്ര വഴി ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഊർജം നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. വീണ്ടും സുപ്രീം പവറിൽ നിന്ന് എനർജി സഹസ്രാര ചക്രയിൽ പ്രവേശിച്ച് ആജ്ഞാചക്രയിൽ എത്തുകയാണ്. ആജ്ഞാചക്ര ചാർജാണ്, ഊർജസ്വലമാകുന്നു. എനർജി ആജ്ഞാചക്രയിലെ എല്ലാ ബ്ലോക്കുകളെയും ഇല്ലാതാക്കുകയാണ്. ആജ്ഞാചക്ര വഴി കൃത്യമായി ഊർജം എല്ലാ ഭാഗത്തേക്കും എത്തിച്ചേരുന്നു. വീണ്ടും സുപ്രീം പവറിൽ നിന്നും സഹസ്രാര ചക്രയിൽ പതിക്കുകയാണ് സ്പിരിച്വൽ എനർജി. സഹസ്രാര ചക്ര കംപ്ലീറ്റ് ആയി ഓപ്പൺ ആയി പ്രവർത്തിക്കുകയാണ്. മുഴുവൻ ബോഡിയിലേക്ക് സഹസ്രാര ചക്ര വഴി ഊർജ്ജം എത്തിച്ചേരുന്നു. ഇപ്പോൾ എന്റെ ശരീരത്തിലെ എല്ലാ ഊർജ കേന്ദ്രങ്ങളും വളരെ ശക്തമായി ആക്റ്റീവായി ഓപ്പണായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 7 ഊർജ കേന്ദ്രങ്ങൾ വഴി മുഴുവൻ ശരീരത്തിലേക്കും എനർജി കൃത്യമായ അളവിൽ എത്തിച്ചേരുകയാണ്. എന്റെ മുഴുവൻ ശരീരത്തിലും എനർജി നിറഞ്ഞു നിൽക്കുകയാണ്. ഞാനിപ്പോൾ സമ്പൂർണ്ണ ആരോഗ്യശാലിയാണ്. ഞാൻ വളരെ പവർഫുൾ ആണ്. ഞാൻ പ്യുവർ ആണ്. ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ വളരെ സ്നേഹിയാണ്. ഓം ശാന്തി. ഓം ശാന്തി. ഈ മെഡിറ്റേഷൻ ആൽഫ മെഡിറ്റേഷൻ ടെക്നിക് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൽഫ മെഡിറ്റേഷൻ ടെക്നിക്ക് വഴി 24 മണിക്കൂറിനുള്ളിൽ ഒന്നിലധികം പ്രാവശ്യം
നമ്മൾ ഈ അഭ്യാസം ചെയ്യുമ്പോൾ, മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ റെക്കോർഡ് ആവുകയാണ്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് നല്ലൊരു റിസൾട്ട് ഇതിലൂടെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അത് മാത്രമല്ല, നമ്മൾ ഈ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ, എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം 2 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം. മുഴുവൻ ദിവസത്തിലും 1.5-2 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം. കാരണം ഈ ഒരു അഭ്യാസത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വെള്ളം കുടിക്കുന്നതിലും എല്ലാവരും ശ്രദ്ധിക്കുക.